ഹലോ കൂട്ടുകാരെ, നമസ്കാരം. പാചക ഐഡിയാസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എഗ് ബുർജിയാണ്. ചോറിനൊപ്പം ഒരു സൈഡ് ഡിഷായും അതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്ത ബ്രെഡിനൊപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റായി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് എഗ് ബുർജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എനിക്കിവിടെ ബട്ടർ കിട്ടാനില്ലാത്തതുകൊണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ഇതൊന്ന് ചൂടായി വരുമ്പോഴേ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുകുരുന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുരുകുരുന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള കുരുകുരുന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവോളയൊക്കെ ഇത് നല്ലപോലെ വഴന്ന് വരണം. ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് 2ഉം പൊട്ടിച്ച് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ അടിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. സവോളൊക്കെ നല്ല അടിപൊളിയായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇത് നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാലയും സവോളയൊക്കെ നല്ലപോലെ വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുട്ട അടിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ചിക്കി റെഡിയാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. തീ കുറച്ച് വെച്ചതിന് ശേഷം വേണ്ട ഇത് ചിക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇപ്പം നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടുക്കാച്ചി എഗ് ബുർജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബായ്.